ദീപക് ഡിയോൺ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ പ്രൈവറ്റ് തിയേറ്ററിൽ പോയി കണ്ടു. ഒരു നിറഞ്ഞ സദസ്സിലിരുന്നാണ് ഞാൻ സിനിമ കണ്ടതെന്ന് പറയട്ടെ. കുട്ടികളും അച്ഛനമ്മമാരും ഒക്കെ ആയിട്ട് ഒരു വലിയ കൂട്ടം ആളുകൾ തിയേറ്ററിലുണ്ടായിരുന്നു. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഈ സെൻസർ ബോർഡ് വിവാദങ്ങൾ അങ്ങനെ ഒന്ന് രണ്ട് വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണോ എന്ന് കൂടി അറിയില്ല. എന്തായാലും സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായമാണെന്ന് കുറച്ച് സുഹൃത്തുക്കളും കൂടി പറഞ്ഞു. എന്തായാലും അങ്ങനെ ഒരു നിറഞ്ഞ സദസ്സിലിരുന്ന് സിനിമ കണ്ടു. ഈ സുഹൃത്തുക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇന്ദ്രൻസും മീനാക്ഷിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ സിനിമ ഇത് ആക്ച്വലി എനിക്കൊരു യാത്ര പോലെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് വളരെ പ്രിയപ്പെട്ട രണ്ട് വ്യക്തികളോടൊപ്പം ഇരുന്ന് അവരുടെ പൊളിറ്റിക്സും ലൈഫും പിന്നെ ഈ കാറിൽ നമ്മളിങ്ങനെ സംസാരിച്ച് പോകുന്ന സമയത്ത് ലൈറ്റായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ട പരിചിതമായ പാട്ടുകളൊക്കെ ആയിരിക്കും. ആ പാട്ടുകൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി പോകുന്ന സമയത്ത് ഇവരുടെ ലൈഫും പൊളിറ്റിക്സും ഒക്കെ സംസാരിച്ചുകൊണ്ട് നമ്മൾ രസകരമായി നടത്തുന്ന ഒരു യാത്രയില്ല, ഒരു ദീർഘമായ യാത്ര. ആ യാത്രയുടെ സുഖമാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയത്. നമ്മുടെ രാമരാജ്യക്കാർക്ക് പേടിയായതുകൊണ്ട് മാത്രം മ്യൂട്ട് ചെയ്യപ്പെട്ടു പോയിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്. അതിൻ്റെതായിട്ടുള്ളൊരു അസ്വസ്ഥത എന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്നതാണ് പറയാൻ പോകുന്നത്, ഇന്നതാണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ പോലും അത് മ്യൂട്ടാവുമ്പോൾ ഇത്രയ്ക്ക് അസഹിഷ്ണുതയാണല്ലോ ഈ രാജ്യത്ത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നടക്കുന്നുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഹാപ്പി വാച്ച്. നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അത് കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുമ്പോൾ പോലും സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ മനസ്സിനൊരു സുഖമുണ്ട്, ഒരു സന്തോഷം ഫീൽ ചെയ്യുക എന്ന് പറയില്ലേ. ഇതിലെ പോസിറ്റീവ് ഘടകങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് മീനാക്ഷിയും ഇന്ദ്രൻസും ചേരുമ്പോഴുള്ള ആ ഒരു കെമിസ്ട്രിയാണ്. അവർ രണ്ടുപേരും ആ ഒരു കോമ്പിനേഷൻ വാവ് എന്നാണ് പറയാനുള്ളത്. എന്ത് രസമായിട്ടാണ് ഫീൽ ചെയ്തതെന്നറിയോ. ശരിക്കും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഉണ്ട്, ഇവരുടെ ഒരു സൗഹൃദം ഡെവലപ്പായി വരുന്നത്. അത് ഇനിയും കുറേ നേരം കൂടി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും എന്ന് തോന്നുന്ന രീതിയിൽ നല്ല ഗ്രാജുവൽ പേസിൽ അതിൽ രണ്ടുപേരെയും എടുത്തെടുത്ത് പോഴ്ത്തേണ്ടതുണ്ട്. ഇപ്പോൾ മീനാക്ഷി അവരുടെ പ്രകടനം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഭാഷ അറിയാത്ത നാട്ടിൽ എത്തപ്പെടുന്ന ഒരു പെൺകുട്ടി, എഡ്യൂക്കേറ്റഡ് ആണ്, ഇംഗ്ലീഷ് മാത്രമാണ് പുള്ളിക്കാരിക്ക് അറിയാവുന്നത്. അവിടെ ചെല്ലുമ്പോൾ സംസാരിക്കേണ്ടത് കന്നഡയാണ്. പക്ഷേ അതറിയില്ല. അങ്ങനെ ഒരു നാട്ടിൻപുറത്ത് എത്തിപ്പെടുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ചിലപ്പോൾ ഒരു സ്കിറ്റ് ലെവലിലേക്കൊക്കെ ആയി പോകാവുന്ന കാര്യമൊക്കെയാണ്. പക്ഷേ എന്ത് നൈസായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതും ഡയലോഗ് ഡെലിവറി. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇന്ദ്രൻ ചേട്ടനെ പോലെ ഒരു ആർട്ടിസ്റ്റ്, പുള്ളി ചുമ്മാ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ്, പിന്നെ എന്തിനാ അവിടം വരെ പോയത് എന്നൊക്കെയുള്ള ആ സംഭവങ്ങൾ അത്രയും നാച്ചുറലായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കുറ്റവും കുറവും പറയാനില്ലാത്ത അത്രയും മാച്ചിങ് ആയിട്ട് പിടിച്ചു നിന്ന് പോയിട്ടുള്ള സമ്മതിച്ചു കൊടുക്കണം. മറ്റൊന്ന് അവരുടെ മേക്കപ്പാണ്. ആക്ച്വലി മേക്കപ്പ് ഇല്ലായ്മയോ അല്ലെങ്കിൽ മേക്കപ്പിനെ ലിമിറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിലെ ബ്യൂട്ടി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം സാധാരണ ഇങ്ങനൊരു സിനിമയിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കുറേയും കൂടി മേക്കപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അതുപോലെ സോഫ്റ്റ്വെയറിലും അത്യാവശ്യം സ്കിൻ ടോണൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പല സിനിമകളിലും ചെയ്യാറുണ്ട്. ഇപ്പോൾ അതൊരു നാച്ചുറൽ പരിപാടിയൊക്കെ ആയിട്ട് മാറിയിട്ടുമുണ്ട്. പക്ഷേ ഈ സിനിമയിൽ നമുക്ക് ശരിക്കും നേരിട്ടറിയാവുന്ന ഒരു മനുഷ്യജീവിയുടെ സ്കിന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അവർ യാത്ര നടത്തുന്നുണ്ട്. ആ യാത്രയിലുള്ള തളർച്ചയും ക്ഷീണവും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെയും വളരെ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കോസ്റ്റ്യൂംസ് എല്ലാം കൊണ്ടും ആ കഥാപാത്രമായി നിൽക്കാൻ മീനാക്ഷിക്ക് പറ്റുന്നുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ ആസ് യൂഷ്വൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ തുടക്കത്തിൽ ഇപ്പോൾ ട്രെയിലർ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഊഹിക്കാൻ പറ്റുന്ന പോലെ തുടക്കത്തിൽ നമ്മളൊരു രസമുള്ള ക്യാരക്ടറിനെ കാണുന്നത്. പക്ഷേ പതിയെ ചുരുളഴിഞ്ഞ് വരുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ ഇപ്പോൾ വളരെ ഓപ്പണായി ചിന്തിക്കുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ഈ പുതിയ ജനറേഷനുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു രസമുണ്ട്. അത് കണ്ടിരിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ട്. അത് നല്ലോണം വന്നിട്ടുണ്ട്. അതേ പറഞ്ഞു, ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ആ ഒരു ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി പവർഫുൾ ആവുകയാണ് ചെയ്യുന്നത്. ഞാൻ രണ്ട് വാക്കുകൾ മറന്നു എന്നാണ് പറഞ്ഞത്, അല്ലാതെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ സൗഹൃദം നമുക്ക് മിസ്സായി എന്നല്ല. ഫസ്റ്റ് ഹാഫിൽ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഞാൻ ഇവരെ രണ്ടുപേരെയും പേരെടുത്ത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ബാക്കി ആർക്കും ഇവിടെ പ്രസക്തി ഇല്ല എന്നൊന്നും അല്ല കേട്ടോ. ഇവർ ചെന്നിറങ്ങുന്ന സ്ഥലത്ത് ഒരു പച്ചക്കറി കടക്കാരനുണ്ട്, പോലീസുകാരുണ്ട്, ബസ്സിലൊരു കണ്ടക്ടറുണ്ട്, ഈവൻ ഒരു കുഞ്ഞു സാധനം മാത്രം ചെയ്യുന്ന ഒരു ബസ്സിലെ ഡ്രൈവറുണ്ട്. കുറച്ച് നേരം ഈ പെൺകുട്ടി എന്ന് വർത്താനം പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ മടുത്തു, ഇനി എന്തെങ്കിലും തീരുമാനമാക്കിയിട്ട് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞ് വണ്ടി ഓഫ് ചെയ്ത് ഇത്രയും പുള്ളിക്കുള്ളൂ. അതായത് ഇങ്ങനെ നോക്കുന്നു, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിൽ നമുക്കിത് മനസ്സിലാവണം, ബസ് ഓഫ് ചെയ്യുക. അവിടെ കൊണ്ട് പുള്ളിയുടെ ഷോട്ട് കഴിഞ്ഞു. പക്ഷേ അയാളും ഗംഭീരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ നമ്മൾ കാണുന്ന ഓരോ കുഞ്ഞു സംഭവങ്ങൾ, ഇവർക്ക് ചുമ്മാ ചായ ഉണ്ടാക്കി കൊടുത്ത് മുതലാളി ഇപ്പോൾ വരുമെന്ന് പറയുന്ന ആളെ കാണുമ്പോൾ പോലും എന്തൊരു ഒറിജിനലായിട്ടാണ് ഇയാൾ പെർഫോം ചെയ്യുന്നത് നമുക്ക് തോന്നിപ്പോവും. അത്രയും ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളാണ് ഈ സിനിമയിൽ ഉടനീളമുള്ളത്. മറ്റൊരു പോസിറ്റീവ് ഇതിൻ്റെ
സ്ക്രിപ്റ്റിംഗ് ആണ്. സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു കഥ, ആ കഥയുടെ ഒരു ഒഴുക്ക്. സിനിമ തുടങ്ങുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന പോലത്തെ ഒരു കഥയെന്നാണ്. ഒരു യാഥാസ്ഥിതിക എന്നാൽ പുരോഗമനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ളൊരു യുവതി. അവൾ അത്യാവശ്യം നന്നായി പഠിക്കുന്നു, വീണ്ടും പഠനം തുടരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ കല്യാണം കഴിച്ചിട്ട് പഠിച്ചാൽ മതി, അങ്ങനെ അല്ലാത്ത പുരോഗമനമൊന്നും പുരോഗമനമല്ല എന്ന് പറയുന്ന കുറച്ച് മുതിർന്ന ആളുകൾ വീട്ടിലുണ്ടാകുന്നു. കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ നാട് വിടുന്നു. അതിനുശേഷം അവൾ എത്തിപ്പെടുന്ന ഒരു ഗ്രാമപ്രദേശം, പരിചയമില്ലാത്തൊരു സ്ഥലം, പരിചയമില്ലാത്ത ആളുകൾ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും അവിടെ വെച്ച് പരിചയപ്പെടുന്ന ഈ ബാലന്മാരാർ എന്ന് പറയുന്ന ക്യാരക്ടറും. ഈ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ച് തുടങ്ങുന്നത്, അവർക്കിടയിൽ ഒരു സൗഹൃദം ഉണ്ടായി വരുന്നത്, നമ്മൾ ഈ ഹൃദയഹാരിയായ അനുഭവം എന്നൊക്കെ ഭയങ്കര ഇതായിട്ട് പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. എന്തൊരു രസമായി, എന്തൊരു സുഖമായി ആ ഇൻസിഡൻസ് ഓരോന്നും കൃത്യമായി അടുക്കി പെറുക്കി വെച്ചിട്ട് എവിടെയും ഒരു ജമ്പ് ഫീൽ ചെയ്യാത്ത രീതിയിൽ, എവിടെയും ഒരു കുത്തി നിറച്ച കഥ പറച്ചിൽ നിന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ അത്രയും ഓർഗാനിക്കായിട്ട് സിനിമ മുന്നോട്ട് പോകുന്നു. ആൻഡ് ഇതിൻ്റെ പൊളിറ്റിക്സിലേക്ക് കടക്കുന്ന സമയത്തും ഈ ഓപ്പണായി പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാവുക എന്ന് പറയില്ലേ. ഇപ്പോൾ പേടിയുള്ള ആൾക്കാർ അതിലെ പല വാക്കുകളും മ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അപ്പോൾ പോലും അത് നമ്മുടെ സിനിമയിൽ നമ്മുടെ ക്യാരക്ടേഴ്സ് ഇത് പറയും, ഇതിങ്ങനെ തന്നെ പറയും എന്ന് ഉറപ്പിച്ച് ചെയ്യാനുള്ള സംവിധായകൻ കം തിരക്കഥാകൃത്തിൻ്റെ ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് അത് അടിപൊളിയായിരുന്നു. വേട്ടയാടപ്പെടുന്ന നീതിബോധമുള്ള യുവത്വം എന്ന് പറയുന്നതിനെ എന്ത് ഗംഭീരമായിട്ടാണ്, എന്നാൽ അത്രയും സിമ്പിളായിട്ടാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. കാലം കണ്ട് ലോകം കണ്ട് ബാലന്മാരാർക്കൊപ്പം തൻ്റേതല്ലാത്ത ഒരു ജീവിതവും കണ്ടിട്ടില്ലെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന അഷിത കൂടി ചേരുമ്പോൾ, രണ്ട് ജനറേഷൻ ഒരുമിച്ച് വരുമ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരിടത്തും ഒരു സ്ഥലത്ത് പോലും ബോറടിക്കാതെ വളരെ സീരിയസ് ആയി മാറുമ്പോൾ പോലും ആ സ്നേഹവും സൗഹൃദവും ഒന്നും അതിൻ്റെ ഒരു സുഖം അത് മിസ് ചെയ്യാത്ത രീതിയിൽ ഇറ്റ്സ് ടു ഗുഡ് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അടുത്തത് ഇതിൻ്റെ മ്യൂസിക്കാണ്. എന്താ രസം എന്നാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അശ്വിൻ സത്യയാണ് ഇതിൻ്റെ സംഗീതം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ എന്ന് പറയുന്നത്, നമ്മൾ ഈ കാണുന്ന കഥ എന്ന് പറയുന്നത്, ഇത് അഷിത പറയുന്ന കഥയാണ്. അതായത് അവളുടെ ജീവിതത്തിലെ കുറച്ച് ദിവസങ്ങളിലെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ ബാലന്മാരാർക്ക് പറയാനുള്ളത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു പാസ്റ്റിൻ്റെ കാര്യമാണ്. അപ്പോഴും നമ്മളത് കാണുന്നത് അഷിത നമുക്ക് പറഞ്ഞു തരുന്ന കഥയായിട്ടാണ്. ഈ സിനിമയിൽ നമ്മൾ പതിയെ മനസ്സിലാക്കി വരുന്ന ഇതിൻ്റെ പൊളിറ്റിക്സ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഇതിനൊക്കെ അവളുടെ മനസ്സിലുള്ളൊരു പേസ് ഉണ്ട്, അവളുടെ മനസ്സിൽ ഇതിനുണ്ടാകുന്നൊരു ഇൻറ്റൻസിറ്റി ഉണ്ട്, അവളുടെ ഇമോഷൻസ് ഉണ്ട്. അതിനനുസരിച്ചാണ് ഇതിൻ്റെ മ്യൂസിക് പോകുന്നത്. അത് ഭയങ്കര രസമായിരുന്നു. നല്ലൊരു താളത്തിൽ ഇങ്ങനെ പോകാമെന്ന് പറയില്ലേ. നമ്മൾ ഈ സിനിമ അവളുടെ കണ്ണിലൂടെ സുന്ദരമായി കാണുമ്പോൾ അവളുടെ കാതുകളിലൂടെ തന്നെ ഏറ്റവും സുന്ദരമായ സംഗീതവും നമ്മൾ കേൾക്കുന്നു എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നത്. ആൻഡ് വിഷ്വൽസ്, ഇതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ റിയാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമുക്കൊരു പരിചയമില്ലാത്ത കർണാടക, അവിടുത്തെ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശം, അവിടെ നിന്ന് റോഡിലേക്ക് വരുന്നു, യാത്രയായി മാറുന്നു, ദൂരവും സമയവും മാറുന്നതൊക്കെ പല കാര്യങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഒരു സ്ഥലത്തും ഈ സിനിമയിൽ ഉണ്ടാവേണ്ടുന്ന ഒരു ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾക്ക് ഒരു ചോർച്ചയും വരാതെ വളരെ മനോഹരമായിട്ട്. ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത് ഫൈസൽ അലിയാണ്, ജയകൃഷ്ണയുടെ എഡിറ്റിംഗ് ആണ്, ഇതിൻ്റെ കളറിങ് ചെയ്തിട്ടുള്ളത് ലിജു പ്രഭാകറാണ്. അങ്ങനെ ഈ സിനിമയുടെ വിഷ്വൽ സൈഡിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും വളരെ ഗംഭീരമായിട്ട് തന്നെ അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കാണാനുണ്ട്. ആൻഡ് ഇതിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നെഗറ്റീവ് പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ സെൻസർ ബോർഡിൻ്റെ അതിര് കവിഞ്ഞിട്ടുള്ള പേടിയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ മലയാളത്തിലും മറ്റ് ഭാഷകളിലും ഇറങ്ങിയിട്ടുള്ള പല സിനിമകളിലും ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഈ സിനിമയിൽ മ്യൂട്ടാണ്. അത് കേട്ട് കഴിഞ്ഞാൽ അയ്യോ നമ്മുടെ എന്ന് പറയുന്നത് പോലെ പല ആളുകൾക്കും പേടി ഉണ്ടാവുമായിരിക്കും. ആക്ച്വലി ഈ സിനിമ വിജയിക്കുന്നത് അവിടെയാണ്. ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഏതൊക്കെ വാക്കുകൾ മ്യൂട്ടായിട്ടുണ്ടെന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിൽ ഇംഗ്ലീഷ് പറയുന്ന തുടക്കത്തിൽ ഈ കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങുന്ന ചില സ്ഥലങ്ങളിൽ, അത് എപ്പോഴൊന്നുമല്ല, ചില സ്ഥലങ്ങളിൽ അത് ഫോഴ്സ്ഫുള്ളി പറയുന്നതാണോ എന്ന് പറയുന്ന പോലെ അതൊരു നാച്ചുറലി വരാത്തതുപോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയണ്ടായിരുന്നു എന്നൊന്നുമല്ല. പക്ഷേ കഥാപാത്രങ്ങൾ ആ ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് അതിനൊരു നാച്ചുറൽ ഫ്ലോ എവിടെയോ കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതൊന്നൊരു വിഷയമേ അല്ലാതായി മാറി. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എന്നെ സംബന്ധിച്ച് മീനാക്ഷിയും ഇന്ദ്രൻസും തമ്മിലുള്ള ആ കോമ്പിനേഷൻ രംഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട്, രസകരമായി കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിയേറ്ററിലേക്ക് പോകാം. അതിനുശേഷമുള്ള പൊളിറ്റിക്സ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, ഇന്ദ്രൻസ് തന്നെ ഇതിലെ ഒരു സിറ്റുവേഷനിൽ പറയുന്ന ഡയലോഗ് കടമെടുക്കുകയാണെങ്കിൽ സ്ഥിരമായി പത്രം വായിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവെയറായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അങ്ങനെ അവെയറായിട്ടുള്ള ഒരാൾ കൂടിയാണ് നിങ്ങളെങ്കിൽ, അതിനെ കൂടി അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്കൊരു നല്ല അനുഭവമായിരിക്കും. ഞാൻ പറയുന്നത്, നിങ്ങളൊരു സിനിമ സ്നേഹിയാണെങ്കിൽ, കൊച്ചു വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ പലരായി ഉണ്ടാക്കുമ്പോൾ
അതിലെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അതിലെന്തൊക്കെയാണ് അവർക്ക് ഗംഭീരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമാ സ്നേഹി, ഒരു സിനിമാ വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു നോക്കാം. ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, എല്ലാ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടേണ്ടതാണ്. ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.